പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്നല്ലോ? കേൾക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് ചേരുവാൻ സ്വർഗത്തിലെ ദൈവം ചെയ്തു തന്ന ഈ നല്ല ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം പറയുന്നു, നന്ദി കരേറ്റുകയാണ്. എന്നെ ഈ നല്ലൊരു പ്രയർ മീറ്റിംഗിലേക്ക് ഈ പ്രഭാതത്തിൽ വിളിച്ച എൻ്റെ ആത്മസ്നേഹിതൻ സുനിൽ പാസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഫെലോഷിപ്പിൽ പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരു പ്രാവശ്യം കൂടി ഞാൻ അറിയിക്കുന്നു. ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടി എന്നുള്ള വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നാം ഒത്തിരി പ്രാവശ്യം കേൾക്കപ്പെട്ട വചനമാണ് 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വചനത്തിലൂടെ ഞങ്ങളോട് ഒരുമിച്ച് അവിടുന്ന് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ പിന്നെയും പുതിയ സ്പർശിക്കണമേ. അടിനെയും ഏൽപ്പിക്കുന്നു, അത് അടിനെയും നീ സ്പർശിക്കണമേ. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരേണ്ടതിന് കർത്താവ് കൃപ പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആശ്രയിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ അൻപുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. നമുക്കറിയാം, ഒരുവൻ ക്രിസ്തുവിലായാൽ മാത്രമേ പുതിയ സൃഷ്ടിയാകുന്നുള്ളൂ. ഒരുവൻ ക്രിസ്തുവിലാകാതെ ആ മനുഷ്യനെ പ്രാർത്ഥിക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും ഉപവസിക്കുന്നതിനും രോഗസൗഖ്യം ലഭിക്കുന്നതിനോ വിടുതൽ പ്രാപിക്കുന്നതിനോ ഒരു തടസ്സവും ഉള്ളതായിട്ട് വേദപുസ്തകം വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ ക്രിസ്തുവിലായാൽ മാത്രമേ പുതിയ സൃഷ്ടിയാകുകയുള്ളൂ എന്ന് ദൈവവചനം പറയുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. അപ്പോൾ പഴയത് എന്നുള്ള ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ഉണ്ടായത് എന്നായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പ്രിയമുള്ളവരെ, ഇവിടെ ദൈവം ആ വചനത്തിലൂടെ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തുകയാണ്, പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. അപ്പോൾ ഈ പഴയത് എന്താണെന്ന് നമുക്ക് വേദപുസ്തകം പരിശോധിച്ച് നോക്കുമ്പോൾ അറിയാം. എവിടെയും വേദപുസ്തകം പഴയതിനെയും പുതിയതിനെയും വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പുതിയതിനെ പഴയതിനെ മാറ്റി. അപ്പോൾ നമുക്ക് ഈ പഴയതിലേക്ക് ഒന്ന് നോക്കാം. പുതിയ നിയമത്തിലൂടെ ക്രിസ്തുവിൽ പുതിയതായി തീരുന്ന ഈ മനുഷ്യൻ പഴയ മനുഷ്യനായത് എവിടെയായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. യഹോവയായ ദൈവം അവരെ സൃഷ്ടിച്ചു എന്ന് വളരെ വ്യക്തമായിരിക്കുമ്പോൾ തന്റെ സ്വരൂപത്തിലാണ് ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ അത് പഴയ മനുഷ്യനല്ല പ്രിയമുള്ളവരെ, അത് പുതിയ മനുഷ്യനായിരുന്നു. പുതിയ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ പുതിയ മനുഷ്യൻ ദൈവത്തോടു കൂടെ നടന്നിരുന്ന മനുഷ്യൻ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് ദൈവം പറയുന്നത് 2:7 പറയുന്ന, യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി
മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. നമുക്കറിയാം, മൺശരീരത്തിന് ജീവൻ ലഭിക്കുന്നു. ഭൗമമണ്ഡലവും ആത്മമണ്ഡലവും തമ്മിലൊരു കൂട്ടായ്മ അവിടെയാണ് തുടങ്ങുന്നത്. ദൈവത്തിന്റെ മുഖവും മനുഷ്യന്റെ മുഖവും മുഖാമുഖമായി കടന്നു വന്ന ആദ്യത്തെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിൽ ദൈവം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. നമുക്ക് മനസ്സിലായോ? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവികമായ തേജസ് നഷ്ടപ്പെട്ട് ആ മുഖാമുഖമുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ട് ആ മനുഷ്യൻ പഴയതായി മാറി. ഏദൻ തോട്ടത്തിൽ നിന്ന് ആ മനുഷ്യൻ പുറത്താക്കപ്പെട്ടു. നമുക്കറിയാം, ആ മനുഷ്യനെ ദൈവം പലവിധ വിഷയങ്ങളിലൂടെ, ജലപ്രളയത്തിലൂടെ, അല്ലെങ്കിൽ പ്രകൃതിയിലൂടെ, പ്രവാചകന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, ചില വ്യക്തികളിലൂടെയൊക്കെയും ദൈവം പലപ്പോഴും തന്റെ ജനത്തെ തന്നിലേക്ക് അടുപ്പിക്കുവാൻ നോക്കി. എന്നാൽ അവിടെയെല്ലാം മനുഷ്യൻ ആ പഴയതിൽ നിന്ന് പുതിയതായി തീരുന്ന അനുഭവം നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല. കാരണം മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കറിയാം, പ്രിയമുള്ളവരെ, നമുക്കറിയാം, പിന്നെയും മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദൈവാനുരൂപം നമ്മൾ കാണപ്പെടുന്നത് പിന്നീട് കർത്താവിലാണ്, ക്രിസ്തുവിലാണ് കാണപ്പെടുന്നത്. ഞാൻ വായിക്കാം. ഫിലിപ്പിയരുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ നമ്മെ പിന്നെയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടേണ്ടതിന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ ആയിത്തീരുമ്പോഴാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നത്. അങ്ങനെയെങ്കിൽ ഈ പഴയതിനെ അല്പം ഞാൻ വിശദീകരിച്ചു, ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ ആരാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഈ മനുഷ്യൻ അതിക്രമങ്ങളാൽ മരിച്ചവൻ, പാപത്താൽ മരിച്ചവൻ. ഇവൻ എവിടെയാണ് പാപത്താൽ മരിച്ചിരിക്കുന്നത്? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി കളഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിൽ കാണുന്ന സകല മനുഷ്യരുടെ ജീവിതത്തിലും ദൈവിക തേജസ് നഷ്ടപ്പെടുവാൻ കാരണമായി തീർന്നുകൊണ്ട് അവൻ പാപത്തിലേക്ക് വഷളായി തീർന്നു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ഈ മനുഷ്യൻ, പഴയ മനുഷ്യൻ, ദൈവം സൃഷ്ടിച്ചതൊന്നും പഴയതല്ല. ദൈവം സൃഷ്ടിച്ചതിൽ കുറവില്ല. ആ കുറവില്ലാത്ത മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തു. ദൈവം പറയുന്നുണ്ട്, നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിച്ച് തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം തിന്നത് കൊണ്ട് നിന്നെ ഏദനിൽ നിന്ന് പുറത്താക്കുന്നു. നീ എന്നോട് പാപം ചെയ്തിരിക്കുന്നു. അന്നു മുതലുള്ള ഈ പഴയ മനുഷ്യൻ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വഷളനായി തീർന്നു, അതിക്രമങ്ങളാൽ മരിച്ചവനായി തീർന്നു. ആ അതിക്രമങ്ങളാൽ മരിച്ച മനുഷ്യനെ പുതിയതായി തീർക്കുന്ന ഒരു അനുഭവമാണ് പുതിയ സൃഷ്ടിപ്പ്. എന്നാൽ ഞാനും നിങ്ങളുമൊക്കെയും ഈ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി എന്ന് പറയുന്ന മേഖലകളിൽ വാസ്തവമായി എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിൽ കൊടുത്തുകൊണ്ട്
ഒരു തുറന്ന പുസ്തകം പോലെ അപ്പന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഞാനും നിങ്ങളും സംസാരിച്ചാൽ ഇനിയും നമ്മൾ പല മേഖലകളിലും പുതിയതായി തീരേണ്ടതായിട്ടില്ലേ? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടോ? നമ്മുടെ വചന ശുശ്രൂഷയ്ക്ക് കുറവുണ്ടോ? നമ്മള് ദശാംശം കൊടുക്കുന്നതിന് കുറവുണ്ടോ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടോ? പക്ഷെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുന്നതിന് നമുക്ക് കുറവുണ്ട്. ഈ കുറവ് ദൈവം ആഗ്രഹിക്കുന്നില്ല പ്രിയമുള്ളവരെ. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഒരുവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുന്നതിന് താമസമുണ്ടാകുന്ന അല്ലെങ്കിൽ അത് തീരാത്തത്, പഴയത് മുഴുവനുമായി കഴിഞ്ഞു പോകാത്തത്? നിങ്ങൾ എന്നോട് ക്ഷമിച്ചേ പറ്റൂ. ഞാൻ ദൈവവചനത്തിൽ നിന്നാണ് ശുശ്രൂഷിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായി തീരാത്തതിന്റെ ഒന്നാമത്തെ കാര്യം പ്രിയമുള്ളവരെ, അവൻ ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുന്നില്ല. അവൻ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ടാണ്. ദൈവനാമത്തിൽ സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. വാസ്തവമായി അവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ മാത്രമേ അവൻ ക്രിസ്തുവിൽ പഴയത് മുഴുവനുമായി ഒഴിഞ്ഞു പോകുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇവരെന്തുകൊണ്ടാണ് ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കാത്തത്? അവന് യേശുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഈ യേശു ആരാണ്? എബ്രായ ലേഖനത്തിൽ നമ്മളോട് പറയുകയാണ്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, പാപം ചെയ്യാത്ത, പവിത്രൻ എന്ന് പറഞ്ഞ പരിശുദ്ധനാണ് നമ്മുടെ കർത്താവ്. നിർദോഷൻ, ദോഷം ചെയ്യാത്തവൻ, നിർമ്മലൻ, അല്പം പോലും കളങ്കമില്ലാത്തവൻ, പാപികളോട് വേർപെട്ടവൻ, പാപം ചെയ്യാത്തവൻ, പാപം തൊട്ട് തീണ്ടിയിട്ടില്ല, സ്വർഗത്തെക്കാളും ഉന്നതനായി തീർന്നവൻ. പ്രിയമുള്ളവരെ, ഈ സ്വർഗത്തെക്കാളും ഉന്നതവനായ ദൈവമാണ് നമ്മെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നത്. ഈ ക്രിസ്തുവിലാണ് ഞാനും നിങ്ങളുമായി തീരേണ്ടത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് വേഷത്തിൽ മനുഷ്യനായി വെളിപ്പെട്ട ക്രിസ്തു എന്നെ പുതിയതാക്കി തീർക്കുന്നു. അപ്പോൾ ഞാൻ ക്രിസ്തുവിനെ അറിയണം. ഈ ക്രിസ്തുവിനെ അറിയാത്തത് കൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പുതിയതായി തീരുവാൻ സകല മേഖലകളിലും പുതിയതായി തീരാൻ സാധിക്കുന്നില്ല. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ, ഒരു കുശവന്റെ കയ്യിൽ കുഴച്ചുണ്ടാക്കിയപ്പോൾ, അതിന് രൂപം കൊടുത്തപ്പോൾ, അതിന്മേൽ മുഖാമുഖം കൂട്ടായ്മ ഉണ്ടായപ്പോൾ, പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ദേഹം ദേഹി ആത്മാവിൽ പൂർണ്ണമായും ദൈവത്താൽ പുതിയ മനുഷ്യനായിരുന്നു. ഏതനിൽ? ദേഹം ദേഹി ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവശ്വാസം ഊതി ഇതെല്ലാം ശുദ്ധീകരിക്കപ്പെട്ടു. ദേഹവും ദേഹിയും ആത്മാവും ദൈവത്താൽ പുതിയതായി തീർന്നിരുന്നു. ഈ പുതിയതായി തീർന്ന മനുഷ്യൻ പഴയതായി കഴിഞ്ഞ് വീണ്ടും അവനെ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെടേണ്ടതിന് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തു കടന്നു വന്നപ്പോൾ അവന്റെയും സൃഷ്ടിപ്പ് പൂർണ്ണമാകുമെന്ന് ഞാനും നിങ്ങൾക്കും അറിയാം. എന്നാൽ എന്റെയും നിങ്ങളുടെയോ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഭയപ്പാടോടെ കാണുന്ന ഈ ലോകത്തിൽ ഈ പൂർണ്ണമായ സൃഷ്ടിപ്പിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നില്ല. അതിന്റെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. വാസ്തവമായി അവൻ നെഞ്ചത്ത് കൈവച്ച് പറയണം, ഞാൻ ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുന്നു എന്ന്. രണ്ട്, അവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കിയിട്ടില്ല. ഈ ക്രിസ്തു ആരെന്നവൻ മനസ്സിലാക്കിയില്ല. മൂന്നാമത്, അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ വചനത്തെ, ക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പഴയതിനെ മുഴുവനുമായി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് കളയുവാൻ തയ്യാറാകണം. എന്തേ എനിക്ക് സാധിക്കുന്നില്ല? എന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ പലപ്പോഴും എടുത്തു പറയുന്നത്, എന്റെ കുടുംബജീവിതത്തിൽ കുറവില്ല,
എന്റെ സഭായോഗത്തിന് കുറവുകളില്ല. ഇവിടെ ദൈവം സഭായോഗമോ കുടുംബ ജീവിതമോ മറ്റൊന്നുമല്ല. ഒന്നാമത് നീ ക്രിസ്തുവിൽ പുതിയതായി തീർന്നതിന് ശേഷം ഇതൊക്കെയും ക്രമീകരിക്കപ്പെടും, ഇതൊക്കെയും നന്മയായി തീരും. നാലാമത്, അവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരാത്തതിന്റെ മെയിൻ കാരണം പ്രിയമുള്ളവരെ, ദൈവവചനത്തിലും നിത്യതയിലുമുള്ള വിശ്വാസക്കുറവാണ്. നിത്യതയെക്കുറിച്ചുള്ള ഒരു അറിവ് അവനുണ്ടെങ്കിലും ദൈവവചനത്തിനോടുള്ള പൂർണ്ണമായ വിശ്വാസമോ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോ ഈ മനുഷ്യൻ നഷ്ടപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരാൻ അവന് സാധിക്കുന്നില്ല. പലപ്പോഴും പഴയത് അവന്റെ ജീവിതത്തിൽ ഉയർന്നുയർന്നു വരികയാണ്. പലപ്പോഴും പഴയതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർന്നു വരുന്നത്. ഇതിന് മാറ്റം സംഭവിക്കണം. അവന്റെ കാന്തയായ കന്യക തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അത് വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാണ്. അവർക്ക് ശുഭവും ശുദ്രവുമായ നിർമ്മല വസ്ത്രം ധരിക്കുവാൻ ദൈവം അനുവാദം കൊടുത്തിരിക്കുന്നു. കുഞ്ഞാടിന്റെ വിഭാഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട മണവാട്ടിമാരാണ് ഞാനും നിങ്ങളും. മണിയറവാസത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. ആ ഞാനും നിങ്ങളും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ആയെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ ഈ വചനത്തോട് നമുക്ക് ആത്മാർത്ഥത കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. തീർന്നില്ല. അഞ്ചാമത്തെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തി എനിക്കുള്ള സമയത്തിലേക്ക് ഞാൻ പോകുകയാണ്. വെറുതെ നമ്മൾ ദൈവവചനം വെറുതെ അരമണിക്കൂർ നമ്മൾ ശുശ്രൂഷിച്ച് എങ്ങനെയെങ്കിലും ശുശ്രൂഷകൻ എന്തെങ്കിലും ഒരു മേൻപൊടിയൊക്കെ കാണിച്ചതുകൊണ്ട് പ്രയോജനമില്ല പ്രിയമുള്ളവരെ. ഈ നാളുകളിൽ നാം ക്രിസ്തുവിലേക്ക് കടന്നു ചെല്ലുന്ന ആ ആത്മീയ ധ്യാനത്തിലേക്ക്, ശുശ്രൂഷയിലേക്ക് നാം കടന്നു ചെന്നില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം കൊണ്ട് പ്രയോജനമില്ലാതെ വരികയാണ്. നോക്കിക്കേ, ഇന്ന് കാലഘട്ടത്തിൽ കഴിഞ്ഞ നാളുകളിലൊക്കെയും പുരാതന കാലത്ത് 1,00,000 പേരുണ്ടായിരുന്നെങ്കിൽ സുവിശേഷം അറിയുന്നവരിൽ 90% ആളുകളും ക്രിസ്തുവിൽ രക്ഷിക്കപ്പെടുമായിരുന്നു. അവർ നിത്യതയിലേക്കും പ്രത്യാശയോടെ ജീവിക്കുമായിരുന്നു. ഇന്ന് 1,00,000 പേര് സുവിശേഷം കേട്ടാൽ 5,000 പേര് പോലും രക്ഷിക്കപ്പെടാത്ത കാലഘട്ടത്തിലേക്ക്, ആദ്യകാലങ്ങളിൽ 90% രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ 5% പോലും രക്ഷിക്കപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ, ഭൂമിയുടെ ഉപ്പായി ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിന് വേണ്ടി അവന്റെ പാത്രങ്ങളായി തീരുമ്പോൾ ഞാനും നിങ്ങളും ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ആകുന്നില്ല എങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവൻ വെളിച്ചം കാണുന്നത്? എന്റെ ചുറ്റുപാടുകൾ വെളിച്ചം കാണുന്നത്? എന്റെ സഭയിലുള്ളവൻ വെളിച്ചം കാണുന്നത്? എന്റെ അയൽപക്കത്തുകാരൻ വെളിച്ചം കാണുന്നത്? എന്റെ ഭാര്യ വെളിച്ചം കാണുന്നത്? പ്രിയരെ, നാം പുതിയ സൃഷ്ടിയായി തീരണം. പുതിയ സൃഷ്ടിയായി തീരാത്തതിന്റെ ഏറ്റവും അപകടകരമായ കാര്യം പ്രിയമുള്ളവരെ, ലോകത്തെയും ക്രിസ്തുവിനെയും നാം ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു. നമുക്ക് അതും വേണം, ഇതും വേണം. മാമോനെയും വേണം, ദൈവത്തെയും വേണം. കർത്താവ് പറഞ്ഞു, മാമോനെയും ദൈവത്തെയും നിങ്ങൾക്ക് ഒരുമിച്ച് സേവിക്കുവാൻ സാധിക്കുകയില്ല, നിങ്ങൾ പരാജയപ്പെട്ടു പോകും. പ്രിയമുള്ളവരെ, നാം മടങ്ങി വരണം. ഞാനും നിങ്ങളും മടങ്ങി വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീരേണ്ടതിന്, പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞ ആ വിഷയത്തിലേക്ക്, അതിക്രമത്താൽ മരിച്ചവരായിരുന്ന നമ്മെ അവൻ പുതിയ സൃഷ്ടിയാക്കി തീരേണ്ടതിന് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ ശമ്പളമായ മരണത്തെ കാൽവരി ക്രൂശിൽ അവൻ ഏറ്റെടുത്തു. പ്രിയമുള്ളവരെ, ആ ഏറ്റെടുത്ത വിഷയത്തിന്മേൽ നാം വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സകല മേഖലകളിലും നാം പുതിയതായി തീരണം. എത്രയെല്ലാം പറഞ്ഞാലും, ഞാൻ ഇടയ്ക്ക് പറയുന്ന കാര്യമാണ്, ഞാൻ എന്ന വ്യക്തി ഞാൻ ആരെന്നറിയുന്നത് ഞാനും എൻ്റെ ദൈവത്തിനും മാത്രമേ ഉള്ളൂ. എന്നെ പൂർണ്ണമായി എൻ്റെ കൂട്ടുദാസിക്ക് അറിയാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നില്ല പ്രിയമുള്ളവരെ.
ആർക്കും അങ്ങനെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഹൃദയത്തിന്റെ ചിന്തകളോ വിചാരങ്ങളോ നിരൂപണങ്ങളോ എന്റെ ഭാര്യയ്ക്ക് പൂർണ്ണമായി അറിയാൻ സാധിക്കുമോ? അറിയുന്ന ഒരേ ഒരുവൻ എന്റെ യേശു മാത്രം, എന്റെ കർത്താവ് മാത്രം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഞാൻ അവന്റെ മുമ്പിൽ പുതിയ സൃഷ്ടിയായി തീരണം. എന്റെ ദേഹം, ദേഹി, ആത്മാവ്, ഇതൊക്കെയും ഞാൻ പുതിയതായി തീരണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുന്നു. മുമ്പിലത്തെ നടുപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോയ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. മുമ്പിലത്തെ നടുപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. സ്നാനപ്പെട്ടത് കൊണ്ട് നമ്മൾ പുതിയ സൃഷ്ടി ആകുന്നില്ല. ബീഡി വലി മാറ്റിയത് കൊണ്ട് പുതിയ സൃഷ്ടി ആകുന്നില്ല. കള്ളുകൂടി മാറ്റിയത് കൊണ്ട് പുതിയ സൃഷ്ടി ആകുന്നില്ല. ഭാര്യ, ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം ഭാര്യ തല്ലല് നിർത്തി, ഇപ്പൊ പുള്ളി ആള് പുതിയതായി. ഇല്ല ദൈവവൈതലെ, അതെല്ലാം ഏത് ലോക മനുഷ്യനും സാധിക്കുന്നതാണ്. അത് ഏത് വ്യക്തിക്കും സാധിക്കുന്നതാണ്. അത് എവിടെയെങ്കിലും പോയിരുന്നാലും സാധിക്കുന്നതാണ്. പക്ഷെ അതല്ല ദൈവത്തിന്റെ വചനം പറയുന്നത്. മുമ്പിലത്തെ നടുപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോയ പഴയ മനുഷ്യരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. എവിടെയാണ് ഈ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്? ഏദനിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പഴയതായി പോയി ആ പഴയതിനെ മാറ്റി ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ ദൈവാനുരൂപമായി സൃഷ്ടിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അനുഭവം എന്നിലും നിങ്ങളിലും ഉണ്ടാകണം. ആ പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്നിട്ട് കർത്താവിന്റെ പുസ്തകത്തിൽ പറയുന്നത്, കൊലോസ്യ ലേഖനത്തിൽ പറയുകയാണ്, അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. എന്നെ സൃഷ്ടിച്ച ക്രിസ്തു, എന്നെ പുതിയതാക്കി തീർന്ന ക്രിസ്തു, എന്നെ പുതിയതാക്കി സൃഷ്ടിച്ച ആ എന്റെ സൃഷ്ടാവിന്റെ പ്രതിമയ്ക്ക് തുല്യമായ ദൈവാനുരൂപമായ ഒരു സൃഷ്ടിപ്പ് എന്നിലും നിങ്ങളിലും സംഭവിക്കണമെങ്കിൽ നാം ഈ യേശുവിനെ സ്നേഹിച്ചേ പറ്റുകയുള്ളൂ. ഈ ക്രിസ്തുവിലേക്ക് കടന്നു ചെന്നേ സാധിക്കുകയുള്ളൂ. 1 തെസ്സലോനിക്ക പുസ്തകം 5:23, നിങ്ങൾ എല്ലാ ദിവസവും വചനം കേൾക്കുന്ന വ്യക്തികളാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തികളായതുകൊണ്ട് ഒരു വലിയ ദീർഘമായ വിശുദ്ധീകരണം ഒന്നും ഇതിന് ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. 1 തെസ്സലോനി 5:23, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. ദൈവമക്കളെ, ദൈവദാസന്മാരെ, എന്നേക്കാളും നന്നായിട്ടൊക്കെയും ഇതിൽ ദൈവവചനം ആഴമേറിയ ധ്യാനിക്കുന്നവർ, ശുശ്രൂഷിക്കുന്നവർ, അവിടെ കർത്താവിന്റെ പുസ്തകം പറയേ, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അല്പം പോലും മാറ്റിവെക്കുന്നില്ല. 99%, 100% നിങ്ങളുടെ ആത്മാവ്, പ്രാണൻ, ദേഹം, ദേഹി, ആത്മാവ്, അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദേഹവും ദേഹിയും ആത്മാവും ക്രിസ്തുവിൽ പുതിയതായി തീരുമ്പോൾ മാത്രമാണ്, പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, അവന്റെ പ്രത്യക്ഷതയിൽ ഞാൻ വിശ്വസിക്കുന്നു, അവന്റെ വീണ്ടും വരവിൽ ഞാൻ വിശ്വസിക്കുന്നു, അവൻ എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് മഹാപുരോഹിതനായ പിതാവിന്റെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിലനിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ശീമോനോട് ചോദിച്ച് പറഞ്ഞു കർത്താവ്, ശീമോനെ ശീമോനെ, നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് സാത്താൻ ആലോചന ചോദിച്ചു. നിങ്ങളെ നിങ്ങളുടെ വിശ്വാസം പോയി പോകുമെന്നറിഞ്ഞ് ഞാൻ അനുവദിച്ചില്ല, ഞാൻ സമ്മതിച്ചില്ല. ഇന്ന് എന്റെ വിശ്വാസം നിലനിൽക്കുന്നത് എന്റെ പ്രാർത്ഥന കൊണ്ടെന്ന് ഒരുപക്ഷെ എനിക്കൊന്ന് സുഖത്തിന് വേണ്ടി പറയാം. അവന്റെ കൃപയാലത്രേ, അവന്റെ പക്ഷപാതത്താലത്രേ, അവന്റെ ദയയാലത്രേ, അവന്റെ കരുണയാലത്രേ പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടി അനുഭവിച്ചവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവത്തിന്റെ വചനം സുവക്തമായി പൗലോസ്ലീഹ രേഖപ്പെടുത്തുകയാ പരിശുദ്ധാത്മാവെ. അതാണ് ഞാൻ നിങ്ങൾ വായിച്ചത് 1 തെസ്സലോനിക്കർ 5:23. ഒന്നുകൂടി, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, ഉച്ച മുതൽ ഉള്ളംകാല വരെയും നമ്മെ ശുദ്ധീകരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമ്പോൾ കാക്കപ്പെടുമാറാകട്ടെ. ഒരു കാക്കപ്പെടുന്ന, ഒരു കാത്തിരിക്കുന്ന ആ ഒരു അനുഭവം പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. അവൻ നമുക്ക് സഹായകനാണ്. അവൻ നമ്മളോട് ചേർന്നിരിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളേക്കാൾ ഉപരിയായി ഒരു പുതിയ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ക്രിസ്തുവിൽ ഒരു പൂർണ്ണമായിട്ടുള്ള പുതിയ സൃഷ്ടിക്ക് വേണ്ടി നമുക്ക് വാഞ്ചിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ ഉപദേശിക്കും, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടിയിരിക്കും. പ്രിയമുള്ളവരെ, ആ ഒരു അനുഭവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുവാനുള്ള തടസ്സത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മാമോനെയും ദൈവത്തെയും നാം ഒരുമിച്ച് കൊണ്ടുപോകുന്നു. നമുക്ക് ലോകവും വേണം, ദൈവവും വേണം. സാധ്യമല്ല. ഒരു ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുകയില്ല. ഒന്നുകിൽ നല്ലത്, അല്ലെങ്കിൽ മോശം. ഈ നാളുകളിൽ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തെ ഞാൻ ഇതിൽ നിന്ന് ഒട്ടും വിഭിന്നനല്ല. പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഏതോ ഒരു പ്രത്യേക ഒരു വ്യക്തിയല്ല. ഞാനും നിങ്ങൾ ഒരുപോലെയാണ്. വചനം എന്ന കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ, എന്നെ തൂക്കി നോക്കുമ്പോൾ ഞാൻ കുറവുള്ളവനാണെങ്കിൽ എവിടെയാണ് കർത്താവ് എന്റെ കുറവെന്ന് ചോദിച്ചുകൊണ്ട് അത് ക്രമീകരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതം അർത്ഥവത്തായി തീരുന്നത്. അതിനെയാണ് സ്വർഗം വിലയിരുത്തുന്നത്. അതിനെയാണ് എന്റെ ചുറ്റുപാടുകൾ എന്നിൽ ക്രിസ്തുവിനെ കണ്ടെത്തുന്നത്. അവിടെയാണ് ഞാൻ ഭൂമിയുടെ ഉപ്പായി തീരുന്നത്. അവിടെയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനായി തീരുന്നത്. എന്റെ രോഗമുണ്ടായിക്കോട്ടെ, രോഗം മാറണ്ട എനിക്ക്. എന്റെ കാല് വെട്ടിക്കളയട്ടെ പ്രിയമുള്ളവരെ. ഞാൻ ആക്സിഡന്റിൽ എന്റെ 2 കൈയും വെട്ടിക്കളയ, എന്റെ കൈ നഷ്ടപ്പെട്ടു പോകട്ടെ പ്രിയമുള്ളവരെ. എനിക്ക് എന്താണ് പ്രിയമുള്ളവരെ നഷ്ടം? പൗലോസ്ലീഹ പറയുകയാണ്, ഇനി ഞാനല്ല എന്നിൽ ജീവിക്കുന്നത്, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് എനിക്ക് ക്രിസ്തുവും മരിക്കുന്നു ലാഭവും എണ്ണുവാൻ. ആ ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന മനുഷ്യൻ, ആ പരിജ്ഞാനത്തിന്റെ മകുടമായിരുന്ന മനുഷ്യൻ, അറിവിന്റെ മകുടമായിരുന്ന ആ മനുഷ്യൻ പറയുകയാണ്, ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. പ്രിയരെ, എനിക്കും നിങ്ങൾക്കൊരു വാഞ്ചയുണ്ടാകട്ടെ. ഈ കഷ്ടം സഹിച്ച, ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത ആ പരിശുദ്ധനായ, നിർദോഷനായ, നിർമ്മലനായ, പാപികളോട് വേർവിട്ടവനായ, സ്വർഗത്തെക്കാൾ ഉന്നതനായ ആ ക്രിസ്തുവിൽ നാം ഒരു പുതിയ സൃഷ്ടിയായി തീരട്ടെ. പഴയതിനെ നമുക്ക് വിട്ടുകളയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാം. എനിക്ക് ഈ നിമിഷങ്ങളെ ക്രമീകരിച്ചു തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതിനെ മുഖാന്തരം ഒരുക്കിയ എന്റെ സ്നേഹിതൻ സുനിൽ പാസ്റ്ററോടും നമ്മുടെ ഈ കൂട്ടായ്മയോടും ദൈവനാമത്തിലുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോട് ദൈവസനയിലായിരുന്നുകൊണ്ട് അവന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ജീവിതത്തിന്റെ പൂർണ്ണമായിട്ടും പുതിയതായി സൃഷ്ടിക്കപ്പെട്ട അവന്റെ വരവെങ്കിൽ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവികമായിട്ടുള്ളൊരു ദൂതാണ് നമ്മൾ കേട്ടത്. സാധാരണ നമ്മൾ അധികം കേൾക്കാത്തതായിട്ടുള്ളൊരു ദൂത. അനുഗ്രഹം കിട്ടുമെന്നും, അല്ലെങ്കിൽ മോശയുടെ കാര്യവും അബ്രഹാമിൻ്റെ കാര്യവും അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്
ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആ ദൈവശാസ്ത്രപരമായ കാതലായിട്ടുള്ള കാര്യമാണ്. പൗലോസ് തൻ്റെ ലേഖനത്തിൽ ആകമാനം അതാ പറയുന്നത്, ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ്, ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിനുശേഷം പാപം ചെയ്ത മനുഷ്യൻ അപൂർണനായിപ്പോയി. അങ്ങനെ ആ പൂർണ്ണതയിൽ ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ അപൂർണനായിപ്പോയ മനുഷ്യനെ പൂർണ്ണനാക്കുവാനാണ് കർത്താവ് വീണ്ടും ക്രൂശിൽ വന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ കേട്ടു എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ദൈവവചനത്തിലും നിത്യതയിലും വിശ്വസിക്കുക. അതുപോലെ തന്നെ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായിത്തീരുന്നതിന് കർത്താവിൻ്റെ ആളത്വപരമായിട്ട് കർത്താവിനെ അറിയുക. കർത്താവിനെ അറിയുക എന്ന് പറയുമ്പോൾ, കർത്താവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ, കർത്താവിനെ പറഞ്ഞു സാത്താനും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, പരിപൂർണമായിട്ടുള്ള ബന്ധത്തിലായി തീരുമ്പോഴാണ് ഒരു പുതിയ സൃഷ്ടിയാകുന്നത്. ആ പുതിയ സൃഷ്ടിയാകുമ്പോൾ കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുന്നതിനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ ദാസന് നമ്മുടെ ഈ പ്രയർ ലൈനിൽ പല പ്രാവശ്യം തിരുവനന്തപുരം സംസാരിച്ചിട്ടുണ്ട്. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ. തൻ്റെ കുടുംബത്തെയും താൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ഈ ദിവസങ്ങൾ കർത്താവ് ധാരാളമായിട്ട് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു.